സുധാകരനെ തള്ളി കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. ആരും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ടതില്ലെന്ന് മാർട്ടിൻ ജോർജ്. KPCC പ്രസിഡന്റ് പറഞ്ഞ നിലപാടാണ് കണ്ണൂർ DCCക്കുമുള്ളതെന്നും മാർട്ടിൻ കൂട്ടിച്ചേർത്തു. അതേസമയം കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് കെ സുധാകരന്റെ അനുയായികൾ രംഗത്തെത്തിയിരുന്നു. അല്ല ഞാൻ ഇതിനകത്ത് നമ്മളിതെല്ലാം പറയുമ്പോഴും KPCC പ്രസിഡന്റ് പറയുന്നതല്ലേ കേരളത്തിലെ ആധികാരികമായി KPCC പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ആരും സ്വയം സ്ഥാനാർത്ഥി. അപ്പൊ ഇതിന്റെ ആരാണോ എവിടെയാണോ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടത് ആരെയാണോ അത് KPCC കൃത്യമായി പറ്റുന്ന സ്ഥാനാർത്ഥികളെല്ലാം നിർത്തും. അപ്പൊ പറ്റുന്ന സ്ഥാനാർത്ഥികൾ. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് M ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സന്തോഷ്, PC വിഷ്ണുനാഥും ഒപ്പം എൽദോസും അടക്കം ഷാഫി പറമ്പിലും അടക്കം ഇത്തരത്തിൽ സ്വയം സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരുന്നു, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ കെ സുധാകരനെതിരെ മാത്രം ഇപ്പോൾ കണ്ണൂർ DCC നീങ്ങുന്നു എന്നുള്ളതാണ് കണ്ണൂരിനെ സംബന്ധിച്ച്. എന്തൊക്കെയാണ് ഇന്നിപ്പോൾ മാർട്ടിൻ പറഞ്ഞത്? തീർച്ചയായും അജിംഷാദ്, ഈ മാർട്ടിൻ ജോർജ് എന്ന് പറയുന്നത് കെ സുധാകരനൊപ്പം എല്ലാ കാലത്തും നിന്നിട്ടുള്ള കണ്ണൂരിലെ നേതാവാണ്. ഈ മാർട്ടിൻ ജോർജ് തന്നെ ഇപ്പോൾ കെ സുധാകരൻ ഇക്കാര്യത്തിൽ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ആരും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ടതില്ല, അത് പാർട്ടി നേതൃത്വം തീരുമാനിക്കും എന്നുള്ളതാണ് മാർട്ടിൻ ജോർജ് പറഞ്ഞത്. KPCC പ്രസിഡന്റിനെ പിന്തുണച്ചുകൊണ്ട് പ്രസിഡന്റിന്റെ നിലപാടാണ് കണ്ണൂർ DCCക്കും ഉള്ളത് എന്നതാണ് മാർട്ടിൻ ജോർജ് വ്യക്തമാക്കിയിട്ടുള്ളത്. വളരെ ശ്രദ്ധേയമായ ഒരു പ്രതികരണമാണ് ഈ മാർട്ടിൻ ജോർജിന്റേത്. കാരണം സുധാകരനൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ്. ആദ്യം ഈ സണ്ണി ജോസഫും അങ്ങനെ കണ്ണൂരിൽ സുധാകരനെ ഒപ്പം തണൽപ്പറ്റി വന്ന നേതാവാണ്. സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം സുധാകരനെ തള്ളി പറഞ്ഞത് സുധാകര അനുയായികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് മറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്ററും ഒക്കെയായി രംഗത്തെത്തുകയും ചെയ്തു സുധാകരന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സുധാകര അനുകൂലികൾ. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കും മാർട്ടിന്റെ പ്രതികരണം, അല്ലേ? തീർച്ചയായും ഈ KPCC പ്രസിഡന്റിനെതിരെയും അതോടൊപ്പം തന്നെ VD സതീശനെതിരെയും സുധാകര അനുയായികൾ വലിയ പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്നത്. നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സുധാകരന് സീറ്റ് നിഷേധിച്ചാൽ അത് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളെല്ലാമാണ് ഉണ്ടാകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ സുധാകരനെ തള്ളിക്കൊണ്ട് DCC പ്രസിഡന്റ് കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു കണ്ണൂർ സീറ്റിന്റെ കാര്യത്തിൽ സുധാകരൻ ഒറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ് നേതാക്കന്മാരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ശരി, സന്തോഷ് M ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.